റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യ കുറ്റക്കാരിയെന്ന കുറ്റപത്രം. ADM കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. ആത്മഹത്യയിലേക്ക് നയിച്ചത് ദിവ്യയുടെ പ്രസംഗമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കുറ്റപത്രം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. അർജുൻ കല്യാടും TV പ്രസാദും നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, മുൻ ADM നവീൻ ബാബുവിന്റെ മരണകാരണം യാത്രയയപ്പ് ചടങ്ങിലെ PP ദിവ്യയുടെ പ്രസംഗമാണ് എന്ന് കുറ്റപത്രത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം വ്യക്തമാക്കുകയല്ലേ? സുജിയ പാർവതി, വളരെ നിർണായകമായിട്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇന്ന് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ADM നവീൻ ബാബു 2024 ഒക്ടോബർ മാസം 15-ാം തീയതി കണ്ണൂരിലെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു ശേഷം 166 ദിവസം പിന്നിടുമ്പോഴാണ് പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും പ്രധാനമായി ഈ കുറ്റപത്രത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത് കേസിൽ ഒരേ ഒരു പ്രതി മാത്രമാണുള്ളത്. അത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PP ദിവ്യയാണ്. PP ദിവ്യ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇന്നിപ്പോൾ പോലീസ് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കേസിന്റെ അന്വേഷണം നടത്തിയിട്ടുള്ള SIT-യിൽ അംഗമായിട്ടുള്ള ടൗൺ SHO ശ്രീജിത്ത് കൊടേരി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി ഈ കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ADM കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നുള്ള കാര്യം ഈ കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ADM-ന്റെ മരണ കാരണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യക്ക് പ്രേരണയായി മാറിയിട്ടുള്ളത് ദിവ്യ ഈ യാത്രയപ്പ് യോഗത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗമാണ് എന്നുള്ള കാര്യം കൂടി ഈ കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് പുറമെ ഈ പ്രശാന്തൻ കൈക്കൂലി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നിട്ടുള്ള ആരോപണം. പക്ഷേ ഈ കുറ്റപത്രത്തിൽ പ്രശാന്തൻ്റേത് ആരോപണം മാത്രമാണ്, ഈ കൈക്കൂലി നൽകിയതിന് തെളിവില്ല എന്നുള്ള കാര്യം കൂടി ഈ കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദിവ്യ പരിപാടിക്കെത്തിയത് ക്ഷണിക്കാതെയാണ് എന്നുള്ള കാര്യം കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതിനു പുറമെ കലക്ടറുടെ CI, അതായത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ യാത്രയപ്പ് നടക്കുന്ന ദിവസം പല തവണ PP ദിവ്യ വിളിച്ചു, പരിപാടി തുടങ്ങിയോ എന്നുള്ള കാര്യം അന്വേഷിച്ചു എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 82 പേരുടെ മൊഴിയാണ് ഈ കേസിന്റെ ഭാഗമായി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ മൊഴി രേഖപ്പെടുത്തിയതിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും മൊഴിയുണ്ട്. അതിലേറ്റവും നിർണായകമായി മാറാൻ വേണ്ടി പോകുന്നത് ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയിട്ടുള്ള മൊഴിയാണ്. ആ മൊഴി വളരെ നിർണായകമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ യാത്രയപ്പ് നടന്ന ദിവസം തന്നെ കളക്ടറുടെ ചേംബറിലെത്തി ADM നവീൻ ബാബു യാത്രയപ്പിന് ശേഷം കളക്ടറോട് വളരെ ചുരുങ്ങിയ സമയത്തിൽ ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഈ കുറ്റപത്രത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കൈക്കൂലി നൽകിയെന്ന് പ്രശാന്തൻ ഈ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിലും ആവർത്തിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനു പുറമെ കളക്ടറേറ്റിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും നൽകിയിട്ടുള്ള മൊഴി അത് PP ദിവ്യക്കെതിരായിട്ടുള്ള മൊഴിയാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പക്ഷേ ഇതിലേറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു കണ്ണൂരിലെത്തിയ ഘട്ടത്തിൽ തന്നെ ഈ പോലീസിന് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ സൂചിപ്പിക്കുന്നത് ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ കേസിൻ്റെ ഭാഗമായി ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ഉന്നത തലത്തിൽ തന്നെയുള്ള ഗൂഢാലോചനയാണ് കുടുംബം സംശയിക്കുന്നത്. പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ അന്വേഷണ വിധേയമാക്കിയിട്ടില്ല. അതായത് കണ്ണൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ ഒരേ ഒരു പ്രതി മാത്രമാണുള്ളത് എന്നതാണ് ഇതിലെ ഇപ്പോൾ അർജുൻ കല്യാട് ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം.